ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോണത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, പേജ് നമ്പർ 9. അപ്പോൾ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നാച്ചുറൽ നമ്പർ എന്തുവാ? ഇപ്പോൾ 10ാം ക്ലാസ് ആയതുകൊണ്ടും ഞാനങ്ങനെ പറഞ്ഞു പോകുന്നില്ല. നാച്ചുറൽ നമ്പർ എന്തുവാ? നാച്ചുറൽ ആയിട്ടുള്ള നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3 എക്സെട്ര ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ നാച്ചുറൽ നമ്പേഴ്സ് എന്തുവാ? 1, 2, 3 എക്സെട്ര. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? റൈറ്റ് ദ സീക്വൻസ്. നമ്മൾ സീക്വൻസ് എഴുതാനായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് തന്നെ മെയിനായിട്ടും. അപ്പം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ. റിമൈൻഡർ എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന അടിയിൽ കിട്ടുന്ന സാധനത്തിലാണ് റിമൈൻഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. എപ്പോഴൊക്കെയാണ് നമ്മൾ 1 കിട്ടുന്നത്? നോക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ എടുക്കാം. ഇപ്പോൾ റാൻഡം ആയിട്ടൊരു നമ്പർ പറയാം, 4. ഓക്കെ, അപ്പോൾ ഞാൻ 4 എഴുതിയിട്ട് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 3 1s are 3. റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. പക്ഷേ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഡിവൈഡ് ബൈ 2 കിട്ടും. ഇനി 6 വെച്ചാണെങ്കിലോ 3 2s are 6, റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് കണ്ടോ റിമൈൻഡേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ. 1 2 0. ആക്ച്വലി പറയുവാണെങ്കിൽ 0 1 2 മാത്രമേ റിമൈൻഡർ ആയിട്ട് കിട്ടത്തുള്ളൂ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യാൻ നേരത്ത് നോക്കേണ്ട എത്ര കാര്യമുള്ളൂ. ഇപ്പം ഞാൻ 1 എടുക്കുവാണ്, ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടുന്നത്? എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ റിമൈൻഡർ എത്രയാ? 1 ആണ്. ഓക്കെ, ഇനി 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ എത്രയാ? 2 ആണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഫസ്റ്റ് ഡിവിഷൻ തന്നെ പറ്റുന്നത് അല്ലേ. 1s are 3 എന്നിട്ട് 0. റിമൈൻഡർ ഫസ്റ്റ് റിമൈൻഡർ കിട്ടി അല്ലേ, 0. അപ്പം ഇവിടെ നോക്കി, ഇവിടെ 1 ആണ് റിമൈൻഡർ, ഇവിടെ 2 ആണ് റിമൈൻഡർ. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 2 0, പിന്നെ നമ്മൾ 4 വെച്ച് ചെയ്തു അല്ലേ. അപ്പോൾ പിന്നെയും 1 2 0 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ റിമൈൻഡേഴ്സ് ഇങ്ങനെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞേക്കുന്നത് എന്തുവാ? നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടുന്ന റിമൈൻഡറുള്ള നമ്പേഴ്സ്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 1 കിട്ടുന്ന റിമൈൻഡറുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. നോക്കിയേ, 3 കണ്ടോ? 3യുടെ ടേബിൾ ഫസ്റ്റ് കണ്ടോ? ആ 3യുടെ ടേബിൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിയേ 1 ആണ്. അതുപോലെ തന്നെ 3യുടെ നെക്സ്റ്റ് എന്തുവാ? 2s are ആണ് 6 അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്തുവാ? അപ്പം നോക്കിയേ 3 × 1 3. 3 2s are 6, 3 3s are 9. ഇങ്ങനെ പോകുന്ന നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടത്തുള്ളൂ? 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പം നോക്കി, ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്തുവാ? 4. ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്തുവാ? 7 10. ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുമായിരിക്കും റിമൈൻഡർ കിട്ടാൻ പോകുന്നത്? 1 ആയിരിക്കും. അത്ര ആലോചിച്ചാൽ മതി. അപ്പം നമ്മുടെ 3യുടെ ടേബിൾ എഴുതുക, എന്നിട്ട് നമ്മൾ നോക്കുക ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്തുവാന്ന്. അതായിരിക്കും നമ്മൾ ആ നമ്പേഴ്സിന് എന്തുമായിരിക്കും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 ആയിരിക്കും. ഇത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദ നമ്പേഴ്സ്, ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുവാണ്. ദാറ്റ് ലീവ്സ് 1 ആസ് റിമൈൻഡർ. റിമൈൻഡർ ഫുള്ളായിട്ട് എഴുതുക കേട്ടോ. വെൻ ഡിവൈഡഡ് ബൈ 3 ആർ. നോക്കിയേ, ഫസ്റ്റ് നമുക്ക് 1 ഉണ്ടായിരുന്നു അല്ലേ. അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 1 ആദ്യം എഴുതണം. 1 ഉണ്ടാവും. പിന്നെ ഏതൊക്കെയാ നമ്മുടെ ഇവിടെ പറഞ്ഞേക്കുന്ന നമ്പേഴ്സ്? ഏതൊക്കെയാ? 4 7 10 എക്സെട്ര. ഇത് നമുക്കൊരു സീക്വൻസ് ആയി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആൻസർ കിട്ടി. ഇനി ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. ആൻഡ് ബാക്കി വായിച്ചേടാ. ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ തന്നെ അത് ചെയ്തു അല്ലേ. ഏതാ? ഇവിടെ തന്നെ നമുക്ക്
കിട്ടിയായിരുന്നു അല്ലേ? നോക്കിയേ 5. പിന്നെ നമുക്ക് ആദ്യം തന്നെ 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും അല്ലേ നമുക്ക് പറ്റിയില്ല. സോ 2 തന്നെ ഉണ്ട് ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് നമുക്ക് പിന്നെ അങ്ങനെ തന്നെ എഴുതാം. എന്ത് എഴുതാം? ദ നമ്പർ അല്ല ഇതിന് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ സെയിം തന്നെ എഴുതാം. ദ നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് 2 ആസ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 3 ആർ 2 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഈ 4 കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിയാൽ മതി അല്ലേ? ഏതേതാ? 5, 8, 11 എക്സെട്ര അല്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി എന്തുവാ? 2, 5, 8, 11 പിന്നെ 14 അങ്ങനെ അങ്ങനെ പോവും. ഓക്കെ, അപ്പം ഇത്രയും നോക്കിയാൽ മതി. ഇനി ഈ 2 നമ്പേഴ്സും കിട്ടിയാൽ നമുക്ക് പിന്നെ എല്ലാം 3, 3 ആണ് അല്ലേ? ഡിഫറൻസ് 3, 3, 3 ആണ് പോകുന്നത്. ഇവിടെ നോക്കിയേ 3, 3, 3 ആണ് ഡിഫറൻസ് അല്ലേ? സെറ്റല്ലേ? അത്രയും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസും ഓരോരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ബുക്കിലേക്ക് എഴുതിയെടുക്കുക. സോ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെയ്ത് പോകാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.